ശൗമേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കും. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്-ഏദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടക നിമിത്തം യഹോവ ഓബേദ്-ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. ഇത് ഒരു അപ്പച്ചന്റെ വീടിനെ തേടി ദൈവത്തിന്റെ ഒരു പുതിയ പ്രവൃത്തി ചെല്ലുക. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ വീടിന്റെ അവസ്ഥ ഉടനെ മാറും. ആമീൻ പറയാമെങ്കിലേ പറയാവൂ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഉടനെ മാറും. അതെങ്ങനെയാന്ന് ചിന്തിക്കരുത്. അനിപ്പാസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ എന്തോ ഒന്ന് നിന്റെ കുടുംബത്തിലോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ചില കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് പറയുക, ശത്രു അടച്ചതൊക്കെ ഇന്ന് ദൈവം തുറക്കും, ശത്രു പൂട്ടിയിട്ടതൊക്കെ ദൈവം ഇന്ന് തുറക്കും. നിന്റെ വീടിനെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഞാൻ ശാന്തമായ ഭാഷയിൽ ഈ ദൂത് നിങ്ങളുടെ മനസ്സിലോട്ട് തരട്ടെ. ദാവീദ് ഇസ്രായേലിലെ രാജാവായിരിക്കുമ്പം യഹോവയുടെ പെട്ടകം, പഴയ നിയമത്തില് യഹോവയുടെ പെട്ടകം ശ്രേഷ്ഠമേറിയ പെട്ടകമാണ്. പഴയ നിയമത്തിൽ നിഴലായ പെട്ടകം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കാണിക്കുക. ഈ പെട്ടകത്തിനകത്ത് 3 സാധനങ്ങളുണ്ട്. 1 അഹരോന്റെ തളിർത്ത വടി, 2 മോശയ്ക്ക് പർവ്വതമുകളിൽ കൊടുത്ത നിയമത്തിന്റെ കൽപ്പലക, 3 മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. മായാത്ത ദൈവത്തിന്റെ കൈകൊണ്ട് എഴുതിയ അഗ്നിയുടെ പ്രമാണവും ആർക്കും ഒടിക്കാൻ കഴിയാത്ത അഹരോന്റെ തളിർത്ത വടിയും ജീർണിച്ചു പോകാത്ത മന്നായും പൊൻപാത്രത്തിൽ ഈ പെട്ടകത്തിൽ ഇരിക്കുക. സ്തോത്രം. ചിലതൊക്കെ ചോദിക്കും, നീ ഇതിനു മാത്രം നൃത്തം ചെയ്യുന്നതിന്റെ രഹസ്യം? ഞങ്ങളുടെ തോളിൽ ഒരു പെട്ടകം ഇരിപ്പുണ്ട്. ഇനി ഇതിന്റെ ഇരിപ്പ് ഞാനൊന്ന് വിവരിക്കാം. ഇരിപ്പ് കേട്ടോ. ഒരു സൈഡിൽ ഇരിക്കുന്നത്, സ്തോത്രം, കൽപ്പലകയാ. പലക പറയുക, നീ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. കണ്ണു തുറന്ന് നോക്ക്, മുമ്പിൽ അഹരോന്റെ വടി തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ വചനം പ്രമാണിച്ചാൽ ഇതുപോലെ നിന്നെ നിന്ദിച്ച ദേശത്ത് നീ തഴയ്ക്കും. ഇനി തഴയ്ക്കുന്ന നീ നോക്ക്. അടുത്തൊരു കാഴ്ച, 40 വർഷം മുടങ്ങാതെ പൊഴിഞ്ഞ മന്ന നിന്റെ ജീവിതയാത്രയിൽ എക്കാലവും പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ആരെല്ലാം നിന്റെ വഴി അടച്ചാലും, കോവിഡ് വന്നാലും, കോവിഡിനെക്കാടി കൂടിയത് വന്നാലും, നിനക്ക് വേണ്ടി പൊഴിയുന്ന മന്ന നിൽക്കത്തില്ല. എത്ര പേര് ആമീൻ പറയും? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏലിയാവിന് കാക്ക കൊണ്ട് ദൈവം അപ്പം കൊടുപ്പിച്ചു. കാക്കയുടെ സപ്ലൈ നിന്നപ്പോൾ വിധവ അപ്പം കൊടുത്തു. വിധവയുടെ സപ്ലൈ നിന്നപ്പോൾ ദൂതൻ അപ്പം കൊടുത്തു. ആള് മാറി മാറി നിന്നെ പോറ്റാനുള്ള വഴി ദൈവം തുറക്കുക.